ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പൊടിയും കോഴിമുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളമാണ്. നമ്മൾ ഗോതമ്പൊടി എടുത്ത് ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം അതുകൂടെ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴും അറിയാൻ പറ്റും. പിന്നെ നമ്മളെടുക്കുന്ന ഗോതമ്പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അവസാനം ഞാനിതിൻ്റെ ആ മിക്സിങ് എത്രയാണ് ലൂസ് വേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം പോരാ, കുറച്ചുകൂടി വെള്ളം ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അവസാനം ചേർത്താൽ മതി വെള്ളം. ഞാനിതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുകൊണ്ടു. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് കറക്റ്റ് പാകമാണ്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഗോതമ്പൊടിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് ഞാൻ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വളരെ ചെറുതായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായി വന്ന സമയത്ത് ഒരല്പം നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ബ്രഷ് ചെയ്ത് എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി. സാധാരണ നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും ഒരല്പം ടൈം കൂടുതലെടുക്കും. ഗോതമ്പ് പൊടി കൊണ്ടുള്ള നമ്മൾ ഇതേപോലെ അപ്പങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരല്പം കൂടി സമയം എടുക്കും, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ലെണ്ണ മുകളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.